ഹലോ, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഡൽഹിയിലെ വിശേഷങ്ങളായിക്കോട്ടെ അല്ലേ. ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഡൽഹിയിലെത്തിയപ്പോൾ ഞങ്ങളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, മസൂരിയിലേക്ക്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ സാറിൻ്റെയും ദീദീൻ്റെയൊക്കെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ മസൂരിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡെറാഡൂണിൽ നിന്ന് 2-3 മണിക്കൂർ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ അവിടുന്ന് മസൂരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു കേട്ടോ. അത് പറയാതിരിക്കാനേ വയ്യ. അത് അങ്ങനെയുള്ള മല കയറാനൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഈ ട്രിപ്പ് നല്ല അടിപൊളിയാണ്. പക്ഷേ ട്രിപ്പൊക്കെ നല്ല ട്രിപ്പായിരുന്നു. ഞാനാകെ പേടിച്ച് കരഞ്ഞ് വിളിച്ചൊരു ട്രിപ്പായിരുന്നു കേട്ടോ. മക്കളോട് ഞാൻ പറഞ്ഞത് അമ്മ വരുന്നില്ല, നിങ്ങൾ പൊയ്ക്കോ, നിങ്ങൾ ട്രിപ്പ് കൊളാക്കണ്ട. പക്ഷെ അവർ കേട്ടില്ല, അമ്മ വരണം എന്ന് പറഞ്ഞു. കാരണം എനിക്കറിയാം നമ്മുടെ ഉത്തരാഖണ്ഡും ഹിമാചലൊക്കെ നമ്മൾ പോയ സമയത്ത് ഭയങ്കര ഇതേമാതിരിയല്ലേ, കുളു മണാലി നൈനിത്താളൊക്കെ പോയതാണ്. അപ്പോൾ അവിടെയൊക്കെ പോയപ്പോൾ ഞാനിങ്ങനെ കരഞ്ഞ് വിളിച്ചിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ അത് അന്ന് പറഞ്ഞാൽ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെയായിരുന്നു പോയത്. ഇത് ഞങ്ങൾ ഫാമിലി ട്രിപ്പായിട്ടാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഭയങ്കര ഓരോരുത്തർ വഴിയിലൊക്കെ നിന്ന് ഫോട്ടോസും വീഡിയോസും റീൽസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മാത്രമല്ല കേട്ടോ, ലാൻഡ് സ്ലൈഡ് എപ്പോഴാണ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് അതും കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒന്നും കൂടെ ടെൻഷനാണ് കേട്ടോ. അപ്പോൾ താഴേക്ക് നോക്കാനേ വയ്യ കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൊക്കയാണ്. അപ്പോൾ എത്രയോ അടിയാണ് ഇത്, 6000 അടി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മേലെയാണ് നമ്മുടെ മസൂരി കിടക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് കുറേ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ട്രാഫിക് കണ്ടോ, വണ്ടികളാണ് ആ നിർത്തിയിട്ടിരിക്കുന്നത്. ചെറിയ റോഡായതുകൊണ്ട് ഓപ്പോസിറ്റ് ആയാലും ഒരു വലിയ വണ്ടി വന്നാൽ പിന്നെ നമ്മളവിടെ പെട്ടുപോകും കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 മണിക്കൂർ കൊണ്ട് എത്തേണ്ട ഞങ്ങൾ എത്തിയത് ഒരു 6 മണിക്കൂർ നമ്മൾ വണ്ടി തന്നെയായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ഓപ്പോസിറ്റ് വലിയ വലിയ ട്രാവലറൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ട്രാവലർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് സമയം എടുക്കും കേട്ടോ. കാരണം വണ്ടി ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്ക് പോകാനുള്ളത് കൊടുക്കണ്ടേ. കാരണം അങ്ങനത്തെ ഒരു വഴികളാട്ടോ. അപ്പം മലയിടിച്ച് നിരത്തിയ സ്ഥലങ്ങളല്ലേ. അങ്ങനെ ഞങ്ങൾ കുറച്ചൊക്കെ ഇങ്ങനെ കയറിയിട്ട് ഒന്ന് വണ്ടി നിർത്തി കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഫോട്ടോസൊക്കെ എടുക്കാൻ ഞാൻ ഭയങ്കര മുന്നിൽ ഓടിച്ചാടി കയറും കേട്ടോ. പിന്നെയും കാറ് കയറിയിട്ട് വളവ് തിരിവ് വരുമ്പോൾ ഞാൻ കിടന്ന് കരയും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ യാത്ര തുടങ്ങിയിട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ മക്കളൊക്കെ പറഞ്ഞ് വിശക്കാൻ തുടങ്ങി. അപ്പോൾ രാവിലെ 8 മണി 7 മണി 7:30 ആയപ്പോൾ സാറിൻ്റെ വീട്ടിലെത്തി. അവിടുന്ന് അപ്പോൾ കഴിച്ചതാണ്. അപ്പോൾ കുട്ടികൾക്കും വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് തണുപ്പ്, മല കയറാൻ തുടങ്ങിയപ്പോൾ തണുപ്പായിട്ടോ. അപ്പോൾ ഒരു ചായ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണെന്ന് വെച്ച് നമ്മൾ കുറേ നോക്കിയിട്ട് അവിടെയൊക്കെ ഇങ്ങനെ തട്ടുകട പോലെയാണ് ഉള്ളത്. അപ്പോൾ അവിടുത്തെ വീടുകൾ കണ്ടോ, താഴെ ഇപ്പോൾ ഞങ്ങൾ വലിയ മേലേക്കൊന്നും എത്തിയില്ല. പക്ഷേ എന്നാലും ഒരു കുറച്ചും കൂടെ എത്തിയിട്ടുണ്ട്. അവിടുത്തെ വീടുകളാട്ടോ. അങ്ങനെ ആ വീടുകൾ ഇങ്ങനെ ഈ മല നിരത്തിയിട്ട് പിന്നെ അവിടെ ഹോം സ്റ്റേ ഒക്കെ ആണ് കേട്ടോ. പക്ഷേ നല്ല രസമാണ് കാണാനൊക്കെ. അപ്പം നമ്മൾ അവിടെ നിന്നൊരു ചെറിയ ഹോട്ടലിൽ നിന്ന് പറയാൻ പറ്റില്ല, അവിടെ ഒരു ഹോം സ്റ്റേ ആണ്. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ മോമോസും മോന് മാഗി മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ മാഗിയും ഞങ്ങളൊരു ആലു പൊറാട്ടയൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ പുറത്തുനിന്ന് നല്ല വ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തിരുന്ന് കഴിക്കണം. പിന്നെ ഒരു ചെറിയ വെയിലുണ്ട്, ആ തണുപ്പിന് നല്ല സുഖമുണ്ട് കേട്ടോ. അപ്പം ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ ഫുഡ് ഒന്നിനും കൊള്ളൂലായിരുന്നു കേട്ടോ. ഈ ഫുഡ് മോമോസൊന്നും ഒരു ടേസ്റ്റും ഉണ്ടായില്ല. അപ്പം ഞങ്ങളത് വിശക്കുണ്ടല്ലോ, പിന്നെ നമ്മൾ ഭയങ്കര പൈസയായിരുന്നേ. മോമോസിനൊക്കെ ഭയങ്കര ചാർജ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളതെല്ലാം കഴിച്ച് ഞങ്ങൾ കുറേ യാത്ര കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ മസൂരി എത്തിയിട്ട് ഞങ്ങൾ തണുപ്പിൻ്റെ ഡ്രസ്സ്, അപ്പോഴേക്കും നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തണുപ്പിൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് ചേഞ്ച് ചെയ്ത് നമ്മൾ അവിടുന്ന് നമ്മളെ സൈഡ് വ്യൂ കാണാൻ വേണ്ടി പോയിട്ടോ. മാൾ റോഡിലൊക്കെ അവിടേക്കൊക്കെ കുറച്ച് കാണാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി കേട്ടോ. അപ്പം കുറേ യാത്ര ചെയ്തല്ലേ, നമ്മൾ ആ മാഗിയൊക്കെ കഴിച്ച് ഒരു 3-4-5 മണിക്കൂർ കഴിഞ്ഞ്, 5 തോന്നും, കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹോട്ടലിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചകളാണ്. അപ്പോൾ കാറൊക്കെ നിർത്തിയിട്ട് കണ്ടോ, ഒരു സ്ലാബ് വാർത്തിട്ട് അതിൻ്റെ മേലെ കേട്ടോ കാറൊക്കെ നിർത്തി. ഒരു ലാൻഡ് സ്ലൈഡ് വന്നാൽ പോയി കാര്യം. നല്ലൊരു ഗംഭീരമായിട്ടുള്ളൊരു മഴയും ലാൻഡ് സ്ലൈഡൊക്കെ വന്നു കഴിഞ്ഞാൽ അത് എല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ പോട്ടോ. അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ കയറി ഫുഡ് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു, കാരണം ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാത്തതല്ലേ.
അപ്പം നല്ലൊരു ഹോട്ടലാണ് കയറിയിട്ടോ. കാരണം വൃത്തിയുള്ള ഹോട്ടലിൽ കയറിയാലേ ശരിയാവുള്ളൂ. ഇല്ലെങ്കിൽ ഈ നമ്മുടെ സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ വയറിന് പണി കിട്ടും. അപ്പോൾ പറഞ്ഞാൽ വെജ് മതി എന്നൊക്കെ പറഞ്ഞിട്ട് കയറിയ ആൾക്കാർ ഞങ്ങൾ നോൺ വെജ് ആട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് നല്ല വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ പിന്നെ ഇനിയിപ്പോൾ രാത്രി ആർക്കും ഒന്നും വേണ്ട, നല്ല വയറൊക്കെ നല്ല ഫുള്ളായി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കാഴ്ച കാണാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വണ്ടികൾ വന്നിട്ടും ആ സ്ഥലമില്ലാത്ത സ്ഥലത്ത് കൂടെ നമുക്ക് കാറുകളും വാനും എല്ലാം വന്നിട്ട് തീരെ സ്ഥലമില്ല കേട്ടോ. കണ്ടോ എന്താ തിരക്ക് എന്നറിയാം, അവിടെയൊക്കെ ഭയങ്കര തിരക്കാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ ഒന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കാനുള്ള സ്ഥലം ഉണ്ടായില്ല കേട്ടോ. കാരണം വൈകുന്നേരം ആയപ്പം വണ്ടികളെല്ലാം കൂടെ വന്നിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പം ഞങ്ങൾ ആ താഴേന്നൊക്കെയാണ് ഞങ്ങൾ മല കയറി ഇങ്ങോട്ടേക്ക് എത്തിയത് കേട്ടോ. അപ്പം ഞാൻ പറയുന്നത് എൻ്റെ കൃഷ്ണ എന്തോരം നമ്മൾ മല കയറി വന്ന് എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുത്തെ ഗോൾഡൻ ടെമ്പിൾ ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഗോൾഡൻ ടെമ്പിൾ അല്ല, ഗുരുദ്വാരയാണ് കേട്ടോ അത്. അപ്പോൾ ഗുരുദ്വാരയൊക്കെ കണ്ട് അവിടെ നിന്നൊക്കെ നമ്മൾ പിന്നെ പോന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ കുറച്ചപ്പുറത്ത് പിന്നെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ എല്ലാം ഈ അവിടുത്തെ പ്രൊഡക്റ്റ് എന്ന് പറയാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഹാൻഡ് മെയ്ഡ് സാധനങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ താഴേന്ന് ദീദി സാറൊക്കെ ഡെറാഡൂണിന് സാറൊക്കെ പറഞ്ഞാൽ അവിടെ നിന്നൊന്നും വാങ്ങിക്കേണ്ട, അവിടെ ഒക്കെ ഭയങ്കര വിലയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ കാര്യമായിട്ട് സാധനമൊന്നും വാങ്ങിച്ചില്ല. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ അവിടെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ അവിടെ ഒരു കുറേ തണുപ്പിൻ്റെ സാധനങ്ങളുള്ളത് കേട്ടോ. അപ്പം ഞങ്ങൾ തണുപ്പിൻ്റെ സാധനമൊക്കെ നമ്മളടുത്ത് ഓൾറെഡി ഉണ്ടല്ലോ, പിന്നെ എന്തിനാ അതിൻ്റെ ആവശ്യമില്ല എന്ന് വെച്ചിട്ട് എല്ലാം ഒന്ന് കയറി ഇറങ്ങി നോക്കിയിട്ടോ. പിന്നെ കുട്ടികൾ എന്തൊക്കെയോ 2-3 കീ ചെയിന് സ്റ്റിക്കർ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവളോട് ചോദിച്ചു നിങ്ങൾക്ക് വേണമെന്ന് വെച്ചപ്പോൾ അവളാണ് വേണ്ടാന്ന്. അപ്പോൾ സാരിയൊക്കെ നോക്കി. അപ്പോൾ അതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ കിട്ടുന്ന സാധനങ്ങളായതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ വാങ്ങിക്കാനൊന്നും പോയിണ്ടായില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് ഐസ്ക്രീമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ജിലേബി ഉണ്ടാക്കുന്നത് ഒക്കെ. അപ്പോൾ മോള് പറഞ്ഞാൽ എനിക്ക് വേണം ഐസ്ക്രീം. അപ്പോൾ പിന്നെ തണുപ്പായാലും ആൾക്കാർ അതൊക്കെ കഴിക്കുമല്ലോ. പിന്നെ ചൂട് ജിലേബി നല്ല തണുപ്പത്ത് അടിപൊളിയാട്ടോ. അവൻ പറഞ്ഞാൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒക്കെ വാങ്ങിക്കുക എന്നും പറഞ്ഞിട്ട് പിന്നെ അതും കൊണ്ട് ഇങ്ങനെ നടക്കണ്ടേ എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ അപ്പുറം സൈഡിൽ മാൾ റോഡിലൊക്കെ കറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റി തിരിഞ്ഞ് കറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അയ്യോ അത് പറയാനേ വയ്യ. കണ്ടോ ഇതൊക്കെ മലേൻ്റെ മുകളിലാട്ടോ ഈ ഹോട്ടലൊക്കെ. പക്ഷെ അവിടെ നിന്നൊക്കെ നമുക്ക് പുറത്തെ വ്യൂ ഒക്കെ നല്ല രസമാട്ടോ. പക്ഷേ രാത്രിയൊക്കെ നമുക്ക് ഒരു പേടിയും ഉണ്ടാവും കേട്ടോ, ഇത് ഇടിഞ്ഞങ്ങാണ്ട് താഴെ വീഴും അങ്ങനത്തെ ഒക്കെ ചിന്തയാട്ടോ എനിക്കുണ്ടായത്. എന്നാലും വേണ്ടിയില്ല, ഉറക്ക ക്ഷീണവും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ അവിടുന്ന് എത്രയോ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അതാ രാത്രിയായപ്പോഴൊക്കെ ഇങ്ങനെ മിന്നാമിന്നി മാതിരി കാണുന്നുള്ളൂ കേട്ടോ. അതാ ഇനിയും ആൾക്കാർ വരുന്നുണ്ട്. അപ്പം ഈ വീക്കെൻഡിൽ പോകുമ്പം നമ്മൾക്ക് ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ഞങ്ങളൊരു വീക്കെൻഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ തിരക്കായെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അവിടെ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മുടെ അവിടുത്തെ ട്രഡീഷണൽ ഉത്തരാഖണ്ഡിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോസൊക്കെ എടുക്കുമല്ലോ. അങ്ങനെ ഞാൻ നൈനിത്താളും ഒക്കെ പോയ സമയത്ത് ഞാൻ ഇഷ്ടംമാതിരി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ എത്തിയപ്പോഴും ഒരു ഫോട്ടോസ് അതൊക്കെ പിന്നെ നമുക്ക് വിട്ടുകളയാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പം ഞാൻ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഫോട്ടോസ് അപ്പോൾ മോളോട് പറഞ്ഞു മോളെ നീ കിട്ടും. അപ്പോൾ അവൾക്ക് വേണ്ടാന്ന് അവളെ ചീത്ത പറഞ്ഞിട്ടോ ഞാൻ ഇടിപ്പിച്ച്. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ഈ ഡ്രസ്സ് ഇടാനായിട്ട് ഇങ്ങോട്ട് വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവൾക്ക് ഇഷ്ടമില്ലാതെ അവളെ കൊണ്ട് ഇടിപ്പിച്ചതാട്ടോ. അങ്ങനെ ഞാൻ റെഡാണ് സെലക്ട് ചെയ്തത്, അവളൊരു പിങ്കാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇട്ട് അവരെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചില്ല കേട്ടോ. കാരണം എന്താ പറയുക രാത്രിയാണ്, അതുകൊണ്ടാണ് ഞാൻ എടുപ്പിക്കാഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഫോണിൽ തന്നെ എടുത്ത്. അപ്പോൾ അവർ അവിടെ നിന്നൊരു വ്യൂ കാണണമെങ്കിൽ ഇരുട്ടായതുകൊണ്ട് വലിയ ഇതായിട്ട് കാണുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ പിന്നെ മോൻ്റെ വക കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. ഇതിലെന്തൊരു തടിയാറിയോ, നന്നായി നാട്ടിൽ പോയി വന്നതുകൊണ്ട് നല്ലോണം തടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിലിടയ്ക്ക് ഒരു വീഡിയോ കോൾ വന്നപ്പോൾ അവരോട് സംസാരിക്കുകയായിരുന്നേ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് നിന്ന് പിന്നെ നമ്മളുടെ അവിടുന്ന് ഒരു മക്കളൊക്കെ മോനൊക്കെ കളിയാക്കിയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്ത് കളിയാക്കിയാലും നമ്മൾ ആ ഫോട്ടോസൊക്കെ എടുക്കും കേട്ടോ. അതൊക്കെ എടുത്ത് തിരിച്ച് ഞങ്ങൾ പോവാണ് കേട്ടോ.
അപ്പോൾ അവിടെ മസൂരീൻ്റെ ഒരു ഫോട്ടോ പോയിൻ്റ് കണ്ടപ്പം പിന്നെ ഞാൻ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്. മക്കളും ചേട്ടനൊന്നും വന്നില്ല, അവർ നടന്ന് കാല് ക്ഷീണിച്ചപ്പോൾ അവരവിടെ ഇരുന്ന് കേട്ടോ. അപ്പോൾ ഞാൻ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് പോവുകയാണേ. തിരിച്ച് പോകുമ്പം അവിടെ ഞാൻ അവിടേക്ക് കയറുന്ന വഴിക്ക് ഞാനൊരു ചുരിദാറൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാരണം ഹാൻഡ് മെയ്ഡാണ്, അപ്പം നല്ല അത്യാവശ്യം വിലയുണ്ട്, എന്നാലും വേണ്ടില്ല ഞാനത് വാങ്ങിച്ചു. ഇനി അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനത് വാങ്ങിച്ച് പിന്നെ 1-2 സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് മോൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവർക്ക് ഐസ്ക്രീമും ഒക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഐസ്ക്രീം. ഞാൻ പിന്നെ ശ്വാസം മുട്ടലൊക്കെ ആയതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കേ പോയില്ല, പക്ഷേ എനിക്ക് കഴിക്കണം നല്ല ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഞങ്ങളങ്ങനെ, അവൾക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, അവളെ ഞാൻ വീഡിയോ എടുത്തതുകൊണ്ടാണ്. അപ്പം അതെല്ലാം കഴിഞ്ഞ് നമ്മളതൊക്കെ എന്താ പറയുക, നല്ല റബഡിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതൊക്കെ വേണമെന്ന് വെച്ചപ്പോൾ അവർക്ക് അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനതൊക്കെ ഒന്ന് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് ഞങ്ങൾ പോവാണ് കേട്ടോ റൂമിലേക്ക് തന്നെ. അപ്പോഴേക്ക് നമ്മളൊരു വശം കെട്ടുണ്ട് കേട്ടോ, കാരണം തണുപ്പായതുകൊണ്ടാണ് പിന്നെ നമുക്ക് അത്ര വലിയ ക്ഷീണം തോന്നാത്തത്. പിന്നെ തലേന്ന് നേരത്തെ എണീറ്റതുകൊണ്ടുള്ള ക്ഷീണം ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ചേട്ടൻ അവിടെ എന്നെ വെയിറ്റ് ചെയ്യണം, ഞാൻ ആ സമയത്ത് അവിടെ ഡ്രസ്സ് എടുക്കുകയായിരുന്നു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകുന്നു കേട്ടോ. ഞങ്ങൾക്കൊരു അണ്ടർഗ്രൗണ്ടിലാട്ടോ ഞങ്ങളുടെ റൂമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെ എത്തിയപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു സൂപ്പ് കുടിച്ചാലോ എന്ന് തോന്നി കേട്ടോ. അങ്ങനെ നല്ല ചൂട് സൂപ്പ് അവിടെ നിന്ന് കുടിച്ചു കേട്ടോ. അതും കുടിച്ച് ഞങ്ങൾ പിന്നെ അങ്ങ് കിടന്നുറങ്ങിയിട്ടോ. അപ്പോൾ പിറ്റേന്ന് രാവിലെ കണ്ട സീനറി കേട്ടോ, ഞങ്ങളെ ഹോട്ടലിൻ്റെ മുന്നിൽ നിന്ന് എന്ത് ഭംഗിയാണ് കാണാനെന്നറിയാം. ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു വെയിലും അതിന് നല്ല അടിപൊളി കാഴ്ച. ഈ കാഴ്ച ഭയങ്കര രസമായിരുന്നേ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവിടെ ഒരു സ്ഥലത്തു നിന്ന് മാഗി കഴിച്ചു കേട്ടോ. പിള്ളേർക്ക് മാഗി വേണമെന്നാണ് ഒരു ചായ കുടിക്കാൻ കയറിയത്. അപ്പോൾ ഞങ്ങളൊരു ചായയും കുടിച്ച് മാഗിയും കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ അങ്ങനെ ഹോട്ടൽ വെക്കേറ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഉള്ളതെല്ലാം സൈഡ് സീനാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തിരിച്ച് മല ഇറങ്ങുന്ന വഴിക്കാണ് ഇതെല്ലാം കാണാനുള്ളത്. അങ്ങനെ ഒരു 0 പോയിൻറ്റിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ വണ്ടിയും കൊണ്ട് പോണേ. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ താഴോട്ട് വണ്ടി ഇങ്ങനെ പോകുമ്പോൾ ഒരു മേലേക്ക് കയറേണ്ട ഒരു വഴിയുണ്ട് കേട്ടോ. അവിടെ എത്തിയപ്പോൾ ഉണ്ടല്ലോ എനിക്ക് പേടിയാവുക. താഴേക്ക് നോക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, എനിക്ക് പറയാനറിയില്ല, അത്രയും പേടിയാവും കേട്ടോ. അങ്ങനെ അവർ 0 പോയിൻറ്റിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ല, എന്നെ ഇവിടെ ഇറക്കിയിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കരയായിരുന്നു കേട്ടോ. അങ്ങനെ അവർ 0 പോയിൻറ്റിലൊക്കെ അവർ പോയി, ഞാനൊരു സ്ഥലത്ത് ഇരിക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് പേടിയായിട്ട്. അങ്ങനെ കുട്ടികളങ്ങനെ പോകുന്ന വഴിക്ക് അവിടെ ഒരു വാട്ടർഫോൾസിൻ്റെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് അവർ വണ്ടി നിർത്തി. അവിടെയൊക്കെ പാർക്കിങ്ങൊക്കെ ഭയങ്കര ചാർജാണ് കേട്ടോ. കാരണം നമ്മളെ ഒന്നും പ്രതീക്ഷിക്കാത്ത പോലെയാണ് ചാർജ്. അങ്ങനെ അവിടെ ഒരു വാട്ടർഫോൾസിൻ്റെ അവർ എൻഡിൽ കാണണം എന്നാണ് അവർ പോയതാട്ടോ മുകളിലേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ല, ഞാൻ താഴെ ഇരുന്നോളാന്ന് പറഞ്ഞാൽ ഞാൻ താഴെ ഇരിക്കുന്ന ഇതാട്ടോ. അങ്ങനെ അവരത് കണ്ട് തിരിച്ച് വരികയാണേ.